എനിക്ക് ശ്വാസം മുട്ടുന്നേ. എടാ പിള്ളേരെ ഓടുവാടാ. അയ്യോ എന്നാ പറ്റി? എന്തോ ഒരു അറിയിപ്പില്ലാതൊരു ശ്വാസം മുട്ടല്. പിന്നെ നിനക്ക് തോന്നുമ്പോഴാണോ എനിക്ക് ശ്വാസം മുട്ടുന്നത്? ഒന്ന് പിടിച്ചേ, നിവൃത്തി എടുത്തിട്ടാ. അയ്യോ ഓടുവാടാ. നേരേക്ക് അച്ഛമ്മ. അയ്യോ വിട്ടുപിടി. അയ്യോ പൊറോട്ട ആക്കിക്കേ, ചാരി ഇരുത്തിക്കേ. നീങ്ങിക്കേ. നീ എവിടെ ഇരുന്നേ? നീ എവിടെ ഇരുന്നേ? നിന്നെ ചാരി ഇരിക്കട്ടെ. സമാനിക്ക് അച്ഛമ്മക്ക് ശ്വാസം മുട്ടത് ചാകാറായി. അതിപ്പോ തീരും. ചാവല്ലോ. അല്ല, ശ്വാസം മുട്ടൽ ഇപ്പൊ മാറുന്നു. പോയില്ല, ഇപ്പൊ മാറിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ ശ്വാസം മുട്ട് മാറി. നീയാണോ തീരുമാനിക്കുന്നത് എനിക്ക് ശ്വാസം മുട്ട് മാറിയോന്നു? നീ ഊട്ടിക്ക് പോണ്ട. അതെങ്ങനെയാ ശരിയാവുന്നേ? പിന്നെ എന്നെ നോക്കാൻ ആള് വേണ്ടേ? അതിന് ഇവിടെ 2 ദിവസം കഴിഞ്ഞല്ലേ ടൂറിന് പോകുന്നത്. അപ്പോഴത്തേക്കൊക്കെ അമ്മയുടെ ശ്വാസം മുട്ടൽ മാറും. എടാ എനിക്കറിയാം, നിനക്കറിയാമല്ലേ എനിക്ക് ഈ ശ്വാസം മുട്ട് 2 ആഴ്ച നിൽക്കുന്നു. 2 ആഴ്ച നിൽക്കുന്നു ശ്വാസം മുട്ടല? 2 ആഴ്ചയല്ല 3 ആഴ്ച ആയാലും എനിക്ക് ടൂർ പോവാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോടാ നിന്റെ പെണ്ണുപിള്ളയുടെ വർത്താനം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പച്ചിനെ വിളിച്ചാലോ? ഐഡിയ അടിപൊളി. ഫോൺ ഇങ്ങോട്ട്. എടാ വിളിക്കൊന്നും വേണ്ട, അവക്ക് ഭയങ്കര ജോലി തിരക്കൊക്കെയാ. നിങ്ങൾ വിളിക്കൂ. സരിതേ മോളെ, ഞാനാ പ്രകാശന. വീട്ടിലുണ്ടല്ലേ? പിന്നെ മോളെ നിനക്കൊരു ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഒരു 2 ദിവസത്തേക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വേറൊന്നും അല്ലടി. ആണോ? ഇന്ന് തന്നെ വരുമോ? അടിപൊളി. നീ പെട്ടെന്ന് വാ കേട്ടോ. അതെ, വേറൊന്നും അല്ല, അമ്മയ്ക്ക് ഒരു ചെറിയ ശ്വാസം മുട്ടല്. അപ്പൊ നിന്നെ കണ്ട ഒരു സന്തോഷമായിരിക്കുമല്ലോ. പുഷ്പയോ? അവള് മറ്റേ കുടുംബശ്രീ എങ്ങാണ്ട് ഊട്ടിയോ കൊടൈക്കനാലോ ഡൽഹിയോ എങ്ങാണ്ടൊക്കെ ടൂറിന് പോവാ. അവളിവിടെ ഉണ്ടാവത്തില്ല. ഹലോ, നീ അല്ലേ വരാന്ന് പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ തിരക്കാ? എടി ഹലോ ഹലോ. എന്താ അവള് പറഞ്ഞേ? നമുക്ക് വരാൻ പറ്റത്തില്ല, നമുക്ക് ജോലി തിരക്കാണ്. ആദ്യം സമ്മതിച്ചതാ വരാന്ന്, പെട്ടെന്ന് എല്ലാം മാറ്റി. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവക്ക് അമ്മയെ നോക്കാൻ പറ്റത്തില്ല, അത് തന്നെ കാരണം. എടി ഞാൻ പറഞ്ഞില്ല അവക്ക് തിരക്കൊണ്ടായിട്ടായിരിക്കും അവള് വരാത്തത്. നീ നിന്നാ മതി, നീ എന്നെ നോക്കിയാ മതി, നീ ഒരിടത്ത് പോണ്ട. അത് നടക്കാത്ത കാര്യം അമ്മേ. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. മനസ്സിൽ വെച്ചാ മതി കേട്ടാ. വിട്ടുപിടിച്ചൂടെ? പറ്റാ കുഞ്ഞെ, അവളോട് പോണ്ടെന്ന് പറയാനേ. എന്നാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എന്തെങ്കിലും ഒരു അറേഞ്ച് ചെയ്യണം. അമ്മ ഇങ്ങനെ ശ്വാസം മുട്ടിയാ പറ്റത്തില്ല. അമ്മക്ക് ഒരാൾ നോക്കാനല്ലേ വേണ്ടത്? ദൈവള് നോക്കും. ഞാൻ നോക്കത്തൊന്നുമില്ല. മക്കള് നോക്കത്തില്ല? എന്നാ വേണ്ട, മധുവിനെ ഏൽപ്പിക്കാം. അവള് നല്ല പോലെ നോക്കിക്കോളൂ. ഓക്കെ പോരെ? ഏതെങ്കിലും ഒരാള് വേണമെന്നല്ലേ ഉള്ളൂ അമ്മക്ക്, അല്ലേ? നിനക്കെന്നെ നോക്കാൻ മേല അല്ലേ? അപ്പൊ എനിക്ക് എവിടെയും പോകുന്നു വേണ്ടേ? നിങ്ങളീ നോക്കിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയാ? അത് ശരിയാ. ഇങ്ങനെ ആക്കുന്ന എന്നാ? ശ്വാസം മുട്ടല്ലേ? ഓ, പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ കുടിക്കാൻ വേണ്ടിട്ട്. കുട്ടിയോട് കൊടുക്കും. വെള്ളം എടുക്കാൻ വന്നിരിക്കും നമ്മള്. വേണോ? കൊടുത്തരാൻ കൊടു. റെഡിയാ റെഡിയായി. കണ്ട കണ്ട ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു. ഞാൻ എന്നെ ചെയ്യാനും ഓരോരുത്തരുടെ ശരീരം എന്തുകൊണ്ട് അങ്ങനെ വരുന്നേന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരട്ടെ അമ്മയ്ക്ക്. എന്നെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരികയേ ചെയ്യില്ല. അതുകൊണ്ടാ ഞാനിവിടെ കിടന്ന് ചാവട്ടെ. അവളെ വിടറാ, അവളെ വിട്. അവൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ തുള്ളാൻ പോട്ടെ. നീ നിന്റെ കാര്യത്തിന് പോവും, പിള്ളേര് ഫോണുമായിട്ട് നടക്കും. തള്ള ഇവിടെ കിടന്ന് ചാവട്ടെ. അതല്ലേ നിന്റെയൊക്കെ വിചാരം? ഒരു കുഴപ്പം വരികയല്ല, ധൈര്യമായിട്ടിരി. അവള് വീട്ടുകാരും വേണ്ടേ എന്റെ ശവം കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു.
അവളെന്നാലും പോകും. എന്തെല്ലാം അടവെടുത്താലും നടക്കില്ല.